പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ ഉടലെടുത്ത വ്യാപകമായിട്ടുള്ള പാചകവാതക പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാർ ഗൌരവത്തിൽ കാണുന്നു, ഗൌരവമായ ഇക്കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൊമേഴ്ഷ്യൽ സിലിണ്ടർ വിതരണം നിർത്തിയതോടെ സംസ്ഥാനത്ത് ഇന്നലെ കൂടുതൽ ഹോട്ടലുകൾ അടച്ചിടുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. മാത്രവുമല്ല, ഈ ഹോട്ടലുകൾ വാണിജ്യ സിലിണ്ടർ വിതരണം ചെയ്യേണ്ട എന്നാണ് കമ്പനികൾ ഏജൻസികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇത് ഹോട്ടൽ മേഖലയിൽ വലിയ തരത്തിലുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളെ അടക്കം ഇക്കാര്യം ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഈ പച്ചക്കറി, ഇറച്ചി, പലവ്യഞ്ജനം തുടങ്ങിയ വ്യാപാര മേഖലയും പ്രതിസന്ധി ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, ഈ ഹോട്ടലിലെ ഭക്ഷണത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ലക്ഷക്കണക്കിന് സംസ്ഥാനത്തെ ജനങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനം ഏതു വിധത്തിൽ ഇടപെടൽ നടത്തണം എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു യോഗം വിളിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഇക്കാര്യം അടിയന്തര പ്രാധാന്യത്തോടുകൂടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലടക്കം പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം അതെങ്ങനെ മറികടക്കുമെന്നുള്ളത് വിശദമായി ചർച്ച ചെയ്യാനാണ് ഇന്ന് വൈകിട്ട് 5:30 മുഖ്യമന്ത്രി യോഗം ചേരുന്നത്. വിവിധ വകുപ്പ് മന്ത്രിമാർ, അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് രാവിലെ മുതൽ പുറത്തുവന്ന വാർത്ത അടുക്കളയിൽ തീ പുകയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ്. പ്രത്യേകിച്ച് ഈ മാസമായിട്ട് ആളുകൾ ആശ്രയിക്കുന്ന ചില ക്യാന്റീനുകൾ, അതേപോലെ തന്നെ ആശുപത്രിയിലെ ക്യാന്റീൻ സംവിധാനങ്ങൾ, ഇതിനെയൊക്കെ ഈ പാചകവാതക പ്രതിസന്ധി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി അയച്ച കത്തിൽ ആവശ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 കാര്യങ്ങളായിരുന്നു. അതിൽ ഒന്നാമത്തേത് ഈ പാചകവാതകത്തിന് മതിയായ ലഭ്യത ഉറപ്പാക്കണം, വിലവർദ്ധനയുടെ ആഘാതം കുറയ്ക്കണം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണ്. ഗാർഹിക ഉപഭോക്താക്കൾക്കും ഹോട്ടലുകൾക്കും ആവശ്യമായിട്ടുള്ള LPG ലഭ്യമാക്കുന്നതിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ഈ ആവശ്യം പറഞ്ഞത്. മാത്രവുമല്ല, അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബജറ്റ് വിഭവങ്ങളിൽ നിന്ന് സബ്സിഡി നൽകി ഒരു സംരക്ഷണ സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ചും ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും അങ്ങനെ ഒരു സാഹചര്യം അവിടെയുണ്ട്. സംസ്ഥാനത്തെ സംബന്ധിച്ച പാചകവാതക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ. ഈ ഇടപെടലിൽ കേരളത്തിന്റേതായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇമ്പാക്ട് കുറയ്ക്കാൻ ഇടപെടൽ നടത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.